കുഞ്ഞുമക്കളെ ഓടി വാ, ആൻറ്റീന്ന് മായാവി കഥ വായിക്കാൻ പോവാണ് കേട്ടോ. നമുക്കൊന്ന് നോക്കാം മായാവി കഥയിൽ എന്താ സംഭവിക്കാൻ പോണേന്ന്. എന്ത് രസമായിട്ടാണല്ലേ മായാവിയുടെ കഥയൊക്കെ വരച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാം നേരിൽ കാണുന്ന പോലെ ഇല്ലേ. വാ നമുക്ക് നോക്കാം കഥ എന്താ സംഭവിക്കണമെന്ന്. മായാവി കിടന്നുറങ്ങാണ്, പാവം പുൽത്തകിടിയിൽ കിടന്നുറങ്ങാണ്. കണ്ടോ, മായാവിയുടെ മാന്ത്രിക വടി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിൽ ആരാ വരുന്നത്? കുട്ടൂസനും ലുട്ടാപ്പിയും. കുട്ടൂസൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? കുപ്പി. മായാവിനെ പിടിക്കാനുള്ള കുപ്പിയും കൊണ്ട് പതുക്കെ വരികയാണ്. ഇതാ ലുട്ടാപ്പിയുടെ കയ്യിൽ കുന്തും ഉണ്ട്. കണ്ടോ, രണ്ടാളും എന്ത് കളർ ഡ്രസ്സായിട്ടിരിക്കണ? പച്ച കളർ ഡ്രസ്സ് ലുട്ടാപ്പി, നീല കളർ ഡ്രസ്സ് കുട്ടൂസൻ. പാവം തന്നെ. മായാവി കിടന്നുറങ്ങണു. മായാവി എന്താ കൊടുത്തിരിക്കണ? ഓറഞ്ച് കളർ ഡ്രസ്സില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. പെട്ടെന്ന് തന്നെ ബാക്കിൽ പതുക്കെ വന്നില്ലേ. എന്നിട്ട് കുട്ടൂസിന് എന്താ പറയണ? ഹിഹി കേറടാ കുപ്പിയിൽ. അയ്യോ, മായാവി പേടിച്ചു. എന്നിട്ട് മായാവിയുടെ മാന്ത്രിക വടി കണ്ടോ, കയ്യിലെടുത്തു. മായാവിയുടെ മാന്ത്രിക വടി കുട്ടൂസിൻ്റെ കയ്യിലായി. പാവം, ഇനി മായാവിക്ക് പറക്കാൻ പറ്റില്ല. മാന്ത്രിക വടി പിടിച്ചിട്ടല്ലേ മായാവി പറക്കുക. അയ്യോ, കുട്ടൂസൻ മായാവിയെ കുപ്പിയിലാക്കാൻ പോണു. വേഗം കുപ്പിയിലാക്കി. കണ്ടോ, എന്നിട്ട് തുള്ളി ചാടണു. എന്നിട്ട് എങ്ങനെയാ പറയണ? ഹീയടി ഹീയാ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഡാൻസ് ചെയ്യണു അവിടെ കടന്നിട്ട്. എന്നിട്ട് ആകാശത്തൂടെ പറന്ന് പോവാണ്. കണ്ടോ, മരത്തിൻ്റെ ഇതൊക്കെ കാണാണ്ടോ, ആകാശത്തു കൂടെ പറന്ന് പോവാണ്. എന്നിട്ട് എന്താ പറയണത്? ഇനി ആ പിള്ളേരെ കൂടി പിടിച്ചാൽ സംഗതി ഓക്കെ. ഛേ, ഇടത്തോട്ട് വിടടാ. അപ്പം എന്നിട്ട് പറയണ ലെഫ്റ്റിലേക്ക് വിടാൻ പറയാണ്. പിള്ളേരുടെ വീട്ടിലേക്ക് വലത്തോട്ടാ. അപ്പോൾ ലുട്ടാപ്പിക്ക് നേരത്തെ അറിയാലോ പിള്ളേരുടെ വീട് എവിടെയാണെന്ന്. പിള്ളേരെ പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? രാജുവിനെയും രാധേനെയും. അപ്പോൾ കുട്ടൂസൻ പറയാണ്, ആദ്യം നീ ഇടത്തോട്ട് വിട്, ലെഫ്റ്റിലേക്ക് പോയാൽ മതിയെന്ന്. അപ്പോൾ ലുട്ടാപ്പി പറയാണ്, പിള്ളേരുടെ വീട്ടിലേക്ക് വലത്തോട്ടാണ്, റൈറ്റിലേക്ക് പോയാലല്ലേ പിള്ളേരുടെ വീട് എന്ന് പറയാണ്. അപ്പോൾ അല്ലടാ, ആദ്യം അവറ്റകളെ പിടിച്ച് അകത്താക്കാൻ പറ്റിയ ഒരുത്തനെ കിട്ടണം. എന്നിട്ട് പറയാണ്, രാജുവിനും രാധേനെയും പിടിച്ച് അകത്താക്കാൻ പറ്റിയ, അതായത് ഇവരുടെ കയ്യിൽ പിടിക്കാൻ പറ്റിയ ഒരുത്തനെ കിട്ടണം എന്ന് പറയാണ്. അങ്ങനെ ആരാ ഉള്ളത്? ലുട്ടാപ്പി എന്താ ചോദിക്കണേ? അങ്ങനെ ആരാ ഉള്ളത്? കണ്ടോ കയ്യിൽ മായാവിനെ പിടിച്ചിരിക്കുന്നത്? ദാ വാലിൽ ചുറ്റിയിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് പോണ്. കണ്ടോ, ദാ ആ ഗുഹയിൽ അതിന് പറ്റിയ ഒരു വ്യാളിയുണ്ട്. ഇത് കണ്ടോ, ഒരു ഗുഹയുടെ ഉള്ളിൽ വ്യാളിയുണ്ട് എന്നാണ് പറയണത്. എന്നിട്ട് ഗുഹയുടെ അടുത്തേക്ക് പോവാണ്. കണ്ടോ, നോ കളർ വ്യാളി. എന്താണ് വ്യാളിയുടെ പേരെന്താണ്? നോ കളർ വ്യാളി. അപ്പോൾ ഈ നോ കളർ വ്യാളിയുടെ പ്രത്യേകത എന്താണ്? അവൻ കേൾക്കെ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ അവൻ ആ നിറത്തിൽ അടുത്ത് കണ്ട സാധനങ്ങളൊക്കെ അകത്താക്കും. അപ്പം നോ കളർ വ്യാളി എന്താ ചെയ്യുക? അവൻ കേൾക്കുമ്പോൾ ഒരു കളറിൻ്റെ പേര് പറഞ്ഞാൽ ആ കളറിൽ ആരാണോ അടുത്ത് നിൽക്കുന്നത് അവരെ പിടിച്ച് അകത്താക്കുന്നാണ് പറയണത്. നമുക്ക് നോക്കാമല്ലോ നോ കളർ വ്യാളി എങ്ങനെ ഉണ്ടാവുക എന്നല്ലേ. വാ, വേഗം വാ. വലിയ ഗുഹ അല്ലേ, വലിയ ഗുഹ. കണ്ടോ, പാറക്കല്ലുകൊണ്ടുള്ള ഗുഹ. എന്നിട്ട് അതിനുള്ളിലേക്ക് നടന്നു പോവാണ്. ഇതിനകത്താണ് നോ കളർ വ്യാളി താമസിക്കുന്നത്. എന്താണ് പറയണത്? എങ്ങനെ നോ കളർ വ്യാളി എന്താ ചെയ്യുക? ഉദാഹരണത്തിന് ചുവപ്പ് എന്നെങ്ങാനും അവൻ കേൾക്കെ പറഞ്ഞാൽ നിന്നെ പിടിച്ച് തിന്നുമെന്ന് ചുരുക്കം. അതായത് ചുവപ്പ് കളർ എന്ന് പറഞ്ഞാൽ ലുട്ടാപ്പി ചുവപ്പ് കളറല്ലേ. അപ്പോൾ പറയണ ചുവപ്പ് എന്ന് അവൻ കേൾക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചിട്ട് അകത്താക്കുന്നു. അപ്പോൾ ലുട്ടാപ്പി പറയണ അയ്യോ, അങ്ങനെയാണോട്ട് പേടിച്ചു പോയിട്ടോ ലുട്ടാപ്പി. ദാ ഇവൻ തന്നെയാണ് അവൻ. കണ്ടോ, വ്യാളിയുടെ മുഖം കണ്ടോ, സ്മൈൽ ചെയ്യണ പോലെ ഉണ്ടല്ലേ വ്യാളിയുടെ മുഖം. വലിയ വ്യാളി കണ്ടോ, എന്താ വലിപ്പം. കുട്ടൂസനും ലുട്ടാപ്പി ഇത്രയേ ഉള്ളൂ, ഇത്ര വലുത്. എന്താ വെച്ചാൽ പിടിച്ച് തിന്നണ ആളല്ലേ.
അപ്പോൾ ഇത്ര വലിപ്പം വേണ്ടേ അല്ലേ? എൻ്റെ അമ്മോ, എൻ്റെ അമ്മേ, കളറിൻ്റെ പേരൊന്നും പറയാൻ തോന്നല്ലേ. എന്താ വെച്ചാൽ ലുട്ടാപ്പി പേടിച്ചു പോയി. എന്നിട്ട് പറയണ കളറിൻ്റെ പേരൊന്നും പറയാൻ തോന്നല്ലേ എന്ന് പറഞ്ഞിട്ട് മനസ്സ് നമ്മൾ പറയും, അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും കളർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിടിച്ച് അകത്താക്കില്ലേ, ഒന്നും പറയാനൊന്നും തോന്നല്ലേ എന്ന് ആലോചിക്കുകയാണ്. വൈകാതെ പറഞ്ഞാൽ ഈ വ്യാളുടെ അടുത്ത് എന്തൊക്കെയോ സംസാരിച്ചിട്ട് അതിനെയും കൊണ്ട് പോണ്ടേ. അപ്പം കുറച്ച് സമയം എടുത്തു. എന്നിട്ട് അതിനെയും പിടിച്ച് കുന്തത്തിലാക്കി. കണ്ടോ, കുന്തത്തിലിരിക്കണുണ്ടോ വ്യാളി? ഹിഹി, മൂപ്പര് വിളിച്ചപ്പോഴേ കൂടെ പോന്നല്ലോ. അപ്പോൾ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എന്തായി, കൂടെ വന്നല്ലോ എന്ന് പറയണ ലുട്ടാപ്പി. നിറത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പുള്ളി ഒരു പാവമാണ്. അതായത് നിറത്തിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ പുള്ളി ആ സ്വഭാവം കാണിക്കുള്ളൂ. എന്താ ചെയ്യുക, പിടിച്ച് തിന്നും. അപ്പോൾ അത് നിറത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പുള്ളി ഒരു പാവമാണ്. ഇത് കണ്ടോ കുന്തത്തിലിരിക്കണത്? നല്ല രസമുണ്ടല്ലേ. ഇവനെ പിള്ളേരുടെ വീട്ടിനടുത്ത് ഒളിപ്പിച്ചിരുത്തണം. എന്താ പ്ലാന് കുട്ടൂസിൻ്റെ? ഇവനെ പിള്ളേരുടെ വീടിനടുത്ത് ഒളിപ്പിച്ചിരുത്തണം. കുട്ടികളില്ലേ രാജുവും രാധയും, അവരുടെ വീടിനടുത്ത് ഒളിപ്പിച്ചിരുത്താൻ പോവാണ്. എന്നിട്ട് കുറേ കളർ പെൻസിൽ വീട്ടിലിടണം. എന്നിട്ട് എന്താ ചെയ്യുക, അവരുടെ വീട്ടിനടുത്ത് കുറേ കളർ പെൻസിൽ ഇടണം എന്ന്. പിള്ളേർ കളറ് പറയും, ഉടനെ ഇവൻ അവരെ പച്ചയ്ക്ക് തിന്നും. ഹിഹി. എന്തായിരുന്നു പ്ലാന്? പിള്ളേരുടെ വീട്ടിനടുത്ത് ഇവനെ ഒളിപ്പിച്ച് നിർത്തും. എന്നിട്ട് മറ്റേ കളർ പെൻസിലൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു കളറ് പറയുമ്പോൾ പിള്ളേരെ ഇവൻ കഴിക്കുന്ന പറയണ. ആര്? ഈ വ്യാളി. കണ്ടോ, നോ കളർ വ്യാളി. എങ്ങനെയുണ്ട് കാണാൻ നോ കളർ വ്യാളി? കണ്ടോ? അപ്പം കുട്ടൂസൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? പിള്ളേർ കളറ് പറയും, ഉടനെ ഇവൻ അവരെ പച്ചയ്ക്ക് തിന്നുന്ന്. അപ്പോൾ ഇതിലൊരു കളറിൻ്റെ പേര് വന്നിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിച്ചോ? എന്താ കളറ് പറഞ്ഞത്? പച്ച. അപ്പോൾ കുട്ടൂസൻ പച്ച എന്ന് പറഞ്ഞതും എന്തായി? ആരാ എൻ്റെ ഉടുപ്പിൽ പിടിച്ച് വലിക്കുന്നത്? ലുട്ടാപ്പി എന്ത് കളർ ഡ്രസ്സായിട്ടിരിക്കണേ? പച്ച കളറ്. ഉടനെ വ്യാളി എന്ത് ചെയ്തു? ലുട്ടാപ്പിയുടെ പച്ച കളറ് ഡ്രസ്സിനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അയ്യോ, ലുട്ടാപ്പിയെ പിടിച്ച് തിന്നണോ? കണ്ടോ? എൻ്റെ അയ്യോ, ഇതാ കുട്ടൂസൻ തലയും കുത്തി കുന്തത്തിൻ്റെ മുകളിൽ നിന്ന് പൊത്തോന്നും പറഞ്ഞിട്ട് താഴെ വീണു. കണ്ടോ? മായാവിയുടെ കുപ്പി, മാന്ത്രിക വടി താഴെ വീണു. കുപ്പി എന്തായി? പൊട്ടിപ്പോയി. മായാവി ഷൂന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. മായാവി എന്താ പറയണ? ഹാവു രക്ഷപ്പെട്ടു. കണ്ടോ? അങ്ങനെ മായാവി ഇപ്രാവശ്യം കുട്ടൂസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് ഈ കഥ? നോ കളർ വ്യാളി എങ്ങനെയുണ്ട്? നന്നായിണ്ടോ? ഇനി അടുത്ത കഥയായിട്ട് വേഗം വരാട്ടോ. ബായ്.